കൊച്ചി പനമ്പള്ളി നഗർ ജംഗ്ഷന് സമീപത്തെ ഹോട്ടലിൽ വെച്ചാണ് കൊല്ലം സ്വദേശി അമൽ ദേവിന് മർദ്ദനമേൽക്കുന്നത്. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട ഒന്നാം പ്രതി സഫ്നയും സംഘവുമാണ് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചത്. ഞായറാഴ്ച വൈപ്പിനിൽ വെച്ച് കാണാമെന്ന് അമൽ ദേവ് സഫ്നയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഹോട്ടൽ റൂമിലേക്ക് വരാനായിരുന്നു സഫ്ന ആവശ്യപ്പെട്ടത്. അമൽ ദേവ് റൂമിലെത്തിയതിന് പിന്നാലെ സഫ്നയുടെ കൂട്ടാളികളായ 4 പേരുമെത്തി. സഫ്നയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ഇവർ അമൽ ദേവിനെ നിർബന്ധിച്ചു. വിസമ്മതിച്ചതോടെ അമൽ ദേവിനെ ഭീഷണിപ്പെടുത്തി വിവസ്ത്രനാക്കി. തുടർന്ന് പ്രതികൾ മാറി മാറി ഇയാളുടെ മുഖത്തടിക്കുകയും മുതുകിൽ ചവിട്ടുകയും ചെയ്തു. പ്രതികളെ 24 മണിക്കൂറിനുള്ളിൽ കടവന്ത്ര പോലീസ് പൂട്ടി. 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസ് എന്ന് പറയുന്നത് ഒരു ഡഫ് ആൻഡ് ഡമ്മായിട്ട് സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തൊരു പയ്യൻ. അയാൾ ഈ പെൺകുട്ടിയുമായിട്ട് ചാറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ 4 പേരും കൂടെ 5 പേരും കൂടെ ഇവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ്. 4 പേര് അറസ്റ്റഡാണ്. യുവാവിന്റെ തലയ്ക്കടിച്ചെങ്കിലും ഇടതുകൈ കൊണ്ട് തടഞ്ഞതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത അമൽ ദേവിന്റെ നഗ്ന ചിത്രങ്ങളും ഇവർ പകർത്തി. മർദ്ദനത്തിൽ അമൽ ദേവിന്റെ വാരിയെല്ലൊടിഞ്ഞു. അനന്തു, രാഹുൽ, അമൽ എന്നിവരാണ് മറ്റു പ്രതികൾ. എറണാകുളം കടവന്ത്ര പോലീസ് എടുത്തിരിക്കുന്ന പരാതിയിൽ കൊല്ലം സ്വദേശിയായ ഭിന്നശേഷിക്കാരനായ അമൽദേവാണ് പരാതിക്കാരൻ. ഇയാൾക്ക് സംസാരിക്കാനും കേൾക്കാനുമുള്ള കഴിവില്ല. ഇയാൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൊച്ചിയിലെ കലൂരാണ് താമസം. കഴിഞ്ഞ 1 മാസത്തിനിടെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവതിയുമായി ഇയാൾ അടുപ്പത്തിലാകുന്നു. ഇവർ തമ്മിൽ പലതരത്തിലുള്ള ചാറ്റുകളും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്നു. പിന്നീടാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. പെൺകുട്ടിയോടായിരുന്നു അമൽദേവിൻ്റെ വഴിവിട്ട ചാറ്റുകൾ. ഈ ചാറ്റുകൾ സഫ്നയുടെ മറ്റൊരു ആൺസുഹൃത്ത് കാണാനിടയാകുകയാണ്. ഇത് കണ്ട് ഇരുവരും തമ്മിൽ കലഹമാകുന്നു. അതിനുശേഷമാണ് ഈ ആൺസുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം അമൽദേവിനെ ഒരു ഹണി ട്രാപ്പിലൂടെ കൊച്ചിയിലെ ഒരു ഹോട്ടലിലേക്ക് ഇവർ വിളിച്ചു വരുത്തുന്നത്. പനമ്പള്ളി നഗറിലെ ക്രൗൺ സ്യൂട്ട് എന്ന ലോഡ്ജിലെ D2 നമ്പർ മുറിയിലേക്കാണ് സഫ്ന അമൽദേവിനെ വിളിച്ചു വരുത്തിയത്. അവിടെ എത്തുമ്പോൾ സഫ്നയ്ക്കൊപ്പം മറ്റ് 4 പേരെ കൂടി അമൽദേവ് കാണുകയാണ്. അങ്ങനെ ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലായ അമൽ തിരികെ പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ പോകാൻ അവർ സമ്മതിച്ചില്ല. അവർ അവിടെ മനഃപൂർവ്വം ബലം പിടിച്ച് ഇരുത്തുകയും തുടർന്ന് അതിക്രമിക്കുകയുമായിരുന്നു. സഫ്നയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വരെ അവർ നിർബന്ധിച്ചു. അതിനൊന്നും വഴങ്ങാതിരുന്ന അമലിനെ അവർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പോലീസ് ഭിന്നശേഷിക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇനി ഒരാളുകൂടെ അറസ്റ്റാണ്. 5 പ്രതികളാണ്. ഇവർക്ക് വേറെ ആൻറ്റിസിഡൻസ് ഉള്ളവരാണ്. ഇതിൽ ഈ ലേഡിയായിട്ടുള്ള ആൾക്ക് പ്രീവിയസ്ലി ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള 3 പേർക്ക് ആൻറ്റിസിഡൻസ് ഉണ്ട്.